നമ്മുടെ ഇതുവരെ കുറേ അൽഗോരിതംസ് ഉണ്ടല്ലേ. സെൻട്രൽ സെർവർ അൽഗോരിതം, റിംഗ് ബേസ്ഡ് അൽഗോരിതം, അങ്ങനെ 3-4 മാക്മാസ്റ്റ് വോട്ടിംഗ് അൽഗോരിതം, അതുപോലെ റിക്കാർഡ് ആൻഡ് അഗർവാൾ അൽഗോരിതം ഒക്കെ കണ്ടു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, വാട്ട് ഹാപ്പൻസ് വെൻ മെസ്സേജസ് ആർ ലോസ്റ്റ്. ഇപ്പം മെസ്സേജ് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതുപോലെ തന്നെ ഇപ്പം പ്രോസസ്സ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പെർഫോമൻസിനെ, നമ്മൾ ഈ അൽഗോരിതത്തിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പം മെസ്സേജസ് ഏതെങ്കിലും ലോസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൽഗോരിതം എന്ത് ചെയ്യുന്നില്ല, അതിനെ ടോളറേറ്റ് ചെയ്യുന്നില്ല. നൺ ഓഫ് ദി അൽഗോരിതം ദാറ്റ് വി ഹാവ് ഡിസ്ക്രൈബ്ഡ് വുഡ് ടോളറേറ്റ് ദി ലോസ് ഓഫ് മെസ്സേജസ് ഇഫ് ദി ചാനൽസ് വെയർ അൺറിലയബിൾ. അതായത് മെസ്സേജ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയൊന്നും നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് ഒരു അൽഗോരിതവും ടോളറേറ്റ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പ്രോസസ് ക്രാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദി അൽഗോരിതംസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ റിംഗ് ബേസ്ഡ് അൽഗോരിതം ആണെങ്കിൽ ഒരിക്കലും ഒരു സിംഗിൾ പ്രോസസ്സ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ടോളറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ സെൻട്രൽ സെർവർ അൽഗോരിതം ആണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് പ്രോസസ്സ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്ലയൻറ്റ് പ്രോസസ്സ് ഒരു ടോക്കണേയും ഹോൾഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഒരു ടോക്കണേയും റിക്വസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോർമൽ വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആ കേസിൽ സെൻട്രൽ സെർവർ അൽഗോരിതം എന്ത് ചെയ്യുന്നുണ്ട്, ആ സിംഗിൾ ക്ലയൻറ്റ് പ്രോസസ്സിൻ്റെ ഫെയിലിയറിനെ അല്ലെങ്കിൽ ക്രാഷിനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മാക്മാസ്റ്റ് വോട്ടിംഗ് അൽഗോരിതം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ക്രാഷായി, അപ്പോൾ ആ ക്രാഷ് ആയിട്ടുള്ള പ്രോസസ്സ് ഒരു വോട്ടിംഗ് സെറ്റിലും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രോസസ്സിങ്ങിനെ, ആ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിങ്ങിനെ എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല, ബാക്കിയുള്ളവർ ഫങ്ഷൻ ചെയ്തോളും. അതുകൊണ്ട് അങ്ങനെയുള്ള കേസസ്, അതായത് ക്രാഷ് ആയിട്ടുള്ള പ്രോസസ്സ് വോട്ടിംഗ് സെറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാക്മാസ്റ്റ് അൽഗോരിതവും പ്രോസസ് ക്രാഷിനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മെസ്സേജ് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു അൽഗോരിതവും എന്ത് ചെയ്യുന്നില്ല, മെസ്സേജ് ലോസിനെ ടോളറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പ്രോസസ് ക്രാഷ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സെൻട്രൽ സെർവർ അൽഗോരിതം, മാക്മാസ്റ്റ് അൽഗോരിതം ഒക്കെ അതിനെ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ വെച്ചിട്ടാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇത് ഈ നമ്മുടെ അൽഗോരിതം തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതണം കേട്ടോ. കുറച്ചുകൂടെ ഇൻ ഡെപ്തിൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ.